കേരളത്തിൽ വ്യാഴാഴ്ച റമളാൻ വ്രതം ആരംഭിക്കും. ഇന്നെവിടെയും മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ഷഹ്ബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച നോമ്പ് ആരംഭിക്കുമെന്ന് ഖാലിമാർ അറിയിച്ചു. റമദാനിന്റെ വിശുദ്ധ ദിനങ്ങൾക്ക് വ്യാഴാഴ്ചയുടെ തുടക്കം. മാസപ്പിറ കേരളത്തിൽ എവിടെയും ദൃശ്യമായില്ല. അതിനാൽ ഷഹ്ബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയോടെ റമദാൻ വ്രതം ആരംഭിക്കും. പാണക്കാട് സാദിഖലി തങ്ങൾ, ഖലീൽ ബുഖാരി തങ്ങൾ, പാളയിമാം തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ള ഖാദിമാർ ഏകോപിച്ചാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. റമദാൻ മാസം പിറവി ആയിട്ടില്ല. ഷഹബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷഹബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഷഹബാൻ 30 പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മഗ്രിബോടുകൂടെ റമദാൻ ആരംഭമായിരിക്കും. മറ്റന്നാൾ വ്യാഴാഴ്ചയായിരിക്കും റമദാൻ 1. ഇത് പാളയിമാമിന്റെ പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇമാമിങ്ങളുടെ എല്ലാം തന്നെ സംയുക്തമായ തീരുമാനം. പുണ്യങ്ങളുടെ പൂക്കാലത്തെ വരവേൽക്കാൻ ഇസ്ലാം മത വിശ്വാസികൾ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. റമദാൻ മാസത്തിൽ രാവിലെ മുതൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നമസ്കാരവും ഖുർആൻ പാരായണവും ദാനധർമ്മവും ഉൾപ്പെടെ സൽപ്രവൃത്തികളിൽ വിശ്വാസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വർഷത്തിൽ ഒരു മാസമാണ് നമ്മൾ ഈ പരിശീലനം നേടുന്നതെങ്കിലും അത് ഒരു വർഷത്തേക്കും പിന്നെയും തുടർന്നും നീണ്ടു നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പട്ടിണി കിടക്കുന്നവൻ്റെ വേദന അറിയാൻ കഴിയണം. ഇല്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയണം. റമദാൻ മാസാരംഭം വ്യാഴാഴ്ച ആയിരിക്കുമെന്ന് ഹിലാൽ കമ്മിറ്റിയും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.